പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. അത് ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞ് അടുത്ത വാക്യം തുടങ്ങുന്നു. പക്ഷേ ദൈവമക്കളെ, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള പോരിൻ്റെ ആയുധങ്ങൾ, അത് വെച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് സത്യം. നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ ഇമേജിലാണ്. നമ്മളെയൊക്കെ ഒരു വലിയ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ വേണ്ടിയാണ് അവൻ വിളിച്ച് വേർതിരിച്ചത്. മനസ്സിലാക്കണമേ, നീ ഒരു രാജാവിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് നിൻ്റെ ഉയർച്ചയിലും ഉന്നതിയിലും നീ മുന്നോട്ട് പോകാതെ വണ്ണം നിന്നെ ബാക്കിലേക്ക് വലിക്കുന്ന ശക്തികൾ ഉണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള എല്ലാത്തിൽ നിന്നും whatever thing is holding you back, അതിൽ നിന്ന് നിന്നെ വിടുവിക്കണം, നിന്നെ സ്വതന്ത്രയാക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ആ പോരിന്, ആ ബാറ്റിൽ ഫോർ അവർ മൈൻഡ്, അതിന് നേരെ ജയമെടുക്കുവാൻ, അതിന്മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ജയം ക്ലെയിം ചെയ്യുന്നവർ ആയിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിശാചിന് എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? ശത്രുക്കൾ കാണെ ദൈവപൈതലെ, അവൻ വിരുന്നൊരുക്കുന്നവനാ, അവൻ നിനക്ക് വേണ്ടി വിരുന്ന് ഒരുക്കിയിട്ടുമുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ, സങ്കീർത്തനം 23 അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു: എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിൽ പ്രഷറുണ്ട്. പക്ഷേങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുക. എന്തിനാ? അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാനായിട്ട്. ആ ഡിന്നർ പാർട്ടി ദൈവത്തിന് മാത്രമുള്ളതല്ല കുഞ്ഞെ, ഇറ്റ് ബിലോങ്സ് ടു യു ഓൾസോ. ഒന്നോർത്തേ. എന്നാൽ നീ പിശാചിനെ അവിടെ ഇരിക്കാൻ അനുവദിച്ചാൽ നിനക്കുണ്ടാകാൻ പോകുന്ന അബണ്ടൻ്റ് ലൈഫുണ്ടല്ലോ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചതുണ്ടല്ലോ, അതിലേക്ക് നിന്നെ കടത്തിവിടാതെ അവൻ നിന്നെ ഹെഡ് ചെയ്ത് നിന്നെ എങ്ങോട്ട് കൊണ്ടുവന്നറിയാമോ? പാപത്തിലേക്കും പിന്നീട് മരണത്തിലേക്കും കൊണ്ടുപോകും. ഡെത്തെന്ന് അല്ലെ മരണമെന്ന് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ആത്മീയ മരണമാണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ ആത്മീയമായിട്ട് ശോഷിച്ചു പോകും. നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിശാച് ശ്രമിക്കും. ദൈവവുമായിട്ടുള്ള ആ സഖ്യത പൂർണ്ണ അളവിൽ എൻജോയ് ചെയ്യാൻ പറ്റാതെ വണ്ണം നമ്മെ പിശാച് ക്ഷീണിതനാക്കാൻ നോക്കും. എന്നാൽ ഒരു കാര്യം ഓർത്ത് ധൈര്യത്തോടെ നിൽക്കണം. എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരു ശക്തിക്കും വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 38-39 ഇങ്ങനെ പറയുന്നു: മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ദൈവ വഴി വിട്ട് അകന്നു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം എപ്പോഴും തൻ്റെ സഖ്യത, തൻ്റെ സഖിത്വം നമുക്ക് തരും. അവൻ ഏറ്റവും നല്ല സ്നേഹിതനാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോഴുണ്ടല്ലോ, നമ്മളുടെ ആ കോൺഫിഡൻസ് നമ്മിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെടും. നമ്മൾ അനുഭവിക്കുന്ന സമാധാനം നമ്മിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെടും. നമ്മുടെ ചിയർഫുൾനെസ്സും നമ്മുടെ എഫക്റ്റീവ്നെസ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാക്കണമേ, നാം അങ്ങ് ഡള്ളായിത്തീരുക.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, ഗോഡ് ഗിവൺ പൊട്ടൻഷ്യൽ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ വരും. പല കോംപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ അത് നമ്മുടെ ഫീലിങ്സിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ തോട്ട്സിലും എല്ലാം കൂടെ കടന്നു വന്നിട്ട് ടെംപ്റ്റേഷനും പാപവും എല്ലാം കൂടെ അവരുടെ ആ ഹാംഫുള്ളായിട്ടുള്ള പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? നമ്മുടെ തന്നെ ആഗ്രഹങ്ങളെ പിശാച് നമുക്കെതിരായിട്ട് ഉപയോഗിക്കും. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. അവൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവ പൈതലെ ഓർത്തുകൊള്ളണേ, നാമൊക്കെ ഓരോ യുദ്ധക്കളത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇമേജിലാണ്. പക്ഷെ ഓർത്തോണം, പിശാച് നമ്മെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഈ പിശാച് ദൈവത്തെ ഹേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇമേജ് ബെയർ ചെയ്യുന്ന എന്ത് സംഗതികളെ കണ്ടാലും, ദൈവത്തിൻ്റെ ഇമേജ് ബെയർ ചെയ്യുന്ന ഏത് വ്യക്തിയെ കണ്ടാലും പിശാചിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവനെ ഡിസ്ട്രോയ് ചെയ്യണം. ബി അവെയർ ഓഫ് ദിസ്, കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നാശത്തിൻ്റെ പാതയിലേക്ക് നാം ഒന്ന് കാലുവെച്ച് നടക്കുവാൻ തക്കവണ്ണം അവൻ പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. അതെല്ലാം ദൈവത്തിൻ്റെ ബെസ്റ്റായിട്ടുള്ള സംഗതി നിനക്ക് തരുവാൻ അവൻ നിൻ്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തതിന് എതിരായിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? നിന്നെ അവന് പെട്ടെന്ന് അവൻ്റെ കെണിയിൽ പെടുത്താൻ പിശാചിന് കഴിയും. അപ്പോൾ ആ മെലീഷ്യസായിട്ടുള്ള ശത്രുവിൻ്റെ ആഗ്രഹമുണ്ടല്ലോ, അത് കണ്ട് ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 1 John chapter 4 verse 4, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം, കേട്ടോ. ഹല്ലേലൂയ. എന്തൊക്കെ വന്ന് നമ്മളെ ബ്ലൈൻഡ് ആക്കാൻ നോക്കിയാലും നമ്മുടെ ഉള്ളിലെ ജീവൻ, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതായിരിക്കും, നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നതായിട്ട് തീരും. വാസ്തവമായി നമുക്കൊരു റിയൽ എനിമിയുണ്ട്, അതെപ്പോഴും ഓർത്തോണം. ഹല്ലേലൂയ. എപ്പോഴും അവൻ പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ കടന്നു വരുന്ന അൺചെക്ഡ് തോട്ട്സ്, നാം ചെക്ക് ചെയ്യാതെ വിടുന്ന, നാം നിസ്സാരമായി തള്ളുന്ന ചിന്തകളിൽ കൂടെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം നിർത്തുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. യേശുക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട്. കാരണം യേശുക്രിസ്തു പാപത്തിൻ്റെ മേൽ ജയമെടുത്തവനാ. ഹല്ലേലൂയ. ആ ജയം അവൻ നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് പാപം, ടെംപ്റ്റേഷൻ, മലിനമായിട്ടുള്ള വളരെ ബലഹീനമായിട്ടുള്ള ചിന്തകൾ, ഇതിനൊന്നും നമ്മെ പിടിച്ചു വെക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് യേശു കർത്താവുമായിട്ടും അവൻ്റെ വചനവുമായിട്ടും അവൻ ഏറ്റെടുത്ത വിജയവുമായിട്ടൊക്കെ നമുക്ക് ഒരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം. ഈ ബാറ്റിൽ യേശു കർത്താവ് ജയിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. കാരണം അനേകർ ഇരുണ്ട വാലിയിൽ കൂടി പോകുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ കൂടെ യേശു കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. അവരുടെ ചുറ്റും ഇങ്ങനെ കഷ്ടതകൾ, ട്രബിൾസ്, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ വെല്ലുവിളികളായിട്ട് നിറഞ്ഞു പോകുമ്പോഴും ഓർക്കണമേ, അവരെ ദേശത്തില്ല. കാരണം യേശു കർത്താവ് അവരുടെ കൂടെ നടക്കും. നമ്മൾ യേശു കർത്താവിൽ പുതിയ സൃഷ്ടിയാണ്. നമുക്ക് യേശു കർത്താവുമായിട്ടൊരു വലിയ അസോസിയേഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സത്യം മനസ്സിലാക്കി യേശു കർത്താവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ജയം തന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ പാപത്തിൻ്റെ അടിമയായിട്ട് തീരത്തില്ല. ദൈവം അതിനകത്തുനിന്ന് പുറത്തു വരുവാനുള്ളൊരു വഴി നമുക്ക് വേണ്ടി
ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ ടേബിളിൽ ഹല്ലേലൂയ ഡോണ്ട് ഗിവ് എ സീറ്റ് ഫോർ ദ എനിമി അറ്റ് യുവർ ടേബിൾ. ഹല്ലേലൂയ പിശാചിനൊരു ഇടം കൊടുക്കരുത്. ദൈവം വിശ്വസ്തന. യേശു കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം ടെംപ്റ്റേഷൻസ്, പാപങ്ങൾ നമ്മളെ ചുറ്റും വന്ന് മൂടിയാലും ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദ ബെസ്റ്റ് വേ ടു അവോയ്ഡ് സിൻ ഈസ് ടു ഫോക്കസ് ഓൺ ക്രൈസ്റ്റ് നോട്ട് ഓൺ സിൻ. അങ്ങനെ യേശു കർത്താവുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ പ്രൈസ് ഗോഡ് നമുക്ക് മനസ്സിലാകും ഈ നല്ല ദൈവത്തെ, ഈ യേശു കർത്താവിനെ നമുക്ക് കൂടുതൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഏതെല്ലാം അപകടങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചിരിക്കുന്നു. കീപ് യുവർ ഐസ് ഓൺ ക്രൈസ്റ്റ്. എന്നിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സ്വഗത്വം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നീ നിൻ്റെ ഇമേജിൽ സൃഷ്ടിച്ചിരിക്കുക. ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുന്ന ഒരു പിശാചുണ്ടെങ്കിലും ആ എനിമിയെ നീ ക്രൂശിന്മേൽ തകർത്തതിനാൽ, നീ അവിടെ ജയമെടുത്തതിനാൽ, ആ ജയം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമാണ് സ്വർഗീയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരുമാറാകണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ്